നമ്മൾ പലപ്പോഴും ഈ പെപ്സി കോള അതുപോലുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള പല പല ആളുകളും ചോദിക്കാറുണ്ട്. പല ആളുകളും ഇത് പറയാറുണ്ട്. പക്ഷേ എന്താണ് യഥാർത്ഥ കാരണം എന്ന് പലപ്പോഴും ആളുകൾ പറയാറില്ല. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെറുകുടലിലും വൻകുടലിലുള്ള നല്ല ബാക്ടീരിയകളെ ഇതില്ലാതാക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന എന്താ വെച്ചാൽ നമ്മളുടെ ഡൈജഷൻ്റെ ബാക്കിയുള്ള ഒട്ടേറെ പ്രോബ്ലംസ് ഭയങ്കരമായിട്ട് അസിഡിക് ആയിരിക്കും. നമ്മൾക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾ ഓരോ ആളുകളും ഇത് പലപ്പോഴും ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഈവൻ ഈ ഒരു സെഡൻറ്ററി ലൈഫുള്ള ആളുകൾ പകൽ ഫുൾ പണിയെടുത്ത് രാത്രി ഈ പറഞ്ഞ പോലെ ഈ ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡുകളുടെ കൂടെ ഫ്രീ ഓഫറായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് പലപ്പോഴും ഇത്. പക്ഷേ ഇത് കഴിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ അത് ഞാൻ മനസ്സിലാക്കുന്നത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്നെ തിരുത്താം അല്ലെങ്കിൽ. അപ്പോൾ ഇതിൽ പലപ്പോഴും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഇത്തരം കാര്യങ്ങൾ. കാരണം നിങ്ങളൊരു ഗ്ലാസ് പെപ്സി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഫ്ലമേഷൻ മാറണമെങ്കിൽ മിനിമം 3 ആഴ്ചയെങ്കിലും എടുക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോ ആളുകളും നിങ്ങളുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ടെങ്കിൽ ബെറ്റർ യു അവോയ്ഡ് പെപ്സി കോള ഓൾ ബോട്ടിൽ ഡ്രിങ്ക്സ്. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഇത് ഒരിക്കലും നിങ്ങൾക്ക് ആ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമല്ലാതെ ഒരിക്കലും നിങ്ങളുടെ ഹെൽത്തിനെ അത് പോസിറ്റീവായി കൺസ്ട്രക്റ്റീവായിട്ട് ഒന്നും നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി ചെയ്യില്ല. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഹെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ ബെറ്റർ യു അവോയ്ഡ് പെപ്സി കോള ആൻഡ് ഓൾ ബോട്ടിൽ ഡ്രിങ്ക്സ്. താങ്ക് യു.